ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് വളരെ കാലങ്ങളായിട്ട് മനസ്സിൽ ഉണ്ടായിരുന്നൊരാഗ്രഹമാണ്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടാണ് അത് നീട്ടിവെക്കേണ്ടി വന്നു. ഒന്ന് പ്രധാനമായിട്ടും സുരക്ഷ മുൻനിർത്തിയുള്ള ഇഷ്യൂസാണ്. പിന്നീട് അവിടെ പല സമയങ്ങളിലായി പലതരത്തിലുള്ള ഡിസീസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ചില പെർട്ടിക്കുലർ ടൈപ്പ് ഫീവേഴ്സ്, മലേറിയ. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്ത സമയത്തെല്ലാം തന്നെ പലതവണ ഈ ആഫ്രിക്കൻ യാത്രകൾ നീട്ടിവെക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ പോകാനായി തിരഞ്ഞെടുത്ത രാജ്യം കെനിയയാണ്. കെനിയ ട്രിപ്പ് ഒരിക്കലും ഒരു പ്ലഷർ ട്രിപ്പല്ല, ഒരു അഡ്വഞ്ചറസ് ജേണിയാണ്. കാരണം വൈൽഡ് ലൈഫിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് കെനിയ. അങ്ങനെയാണ് കെനിയ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഹിൽട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. നൈറോബിയിലെ ഡൗൺ ടൗണിലെ ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടൽ ഹിൽട്ടൺ. അപ്പോൾ ഈ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ആംഡ് ഫോഴ്സസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹാർഡ് ബാരിക്കേഡ് വെച്ചതിന് പുറമെ അവരെല്ലാം ഹോട്ടലിന് കാവലായി ചുറ്റും നിൽക്കുന്നുണ്ട്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ സിറ്റി, ആ നഗരം എത്രത്തോളം സേഫാണ് ഒറ്റയ്ക്ക് നടക്കാനും യാത്ര ചെയ്യാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് തന്നെ ഗൈഡ് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നമുക്ക് തന്നു. കാരണം ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കുന്നത് പലപ്പോഴും ലൈഫ് ത്രെട്ടണിങ് ആണ്. അതുകൊണ്ട് സ്വന്തം സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ആരും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പലപ്പോഴും. കാരണം നമ്മളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് നമുക്ക് സ്വതന്ത്രമായി അവിടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആ ഒരു യാത്രയുടെ പർപ്പസിനെ ഇല്ലായ്മ ചെയ്യുന്ന പോലെയാണ്. പക്ഷേ സുരക്ഷിതത്വം മുൻനിർത്തി നമുക്കതനുസരിക്കേണ്ടതായിട്ട് വരികയാണ്. നൈറോബിയിൽ നിന്ന് ഞങ്ങൾ പോയൊരു സ്ഥലം ലേക്ക് നൈവാഷ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ലേക്ക് നൈവാഷ നൈറോബിയിലെ വളരെ പ്രശസ്തമായ ഒരു ലേക്കാണ്. ബോട്ടിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്കാണ്. ആ ലേക്കിൻ്റെ പ്രത്യേകത അവിടെ ഹിപ്പോകളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥതയാണ് ആ ലേക്ക്. ഹിപ്പോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹിപ്പോസ് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. ഹിപ്പോസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമൽസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഹിപ്പോയുടെ ആക്രമണങ്ങളിൽ തന്നെ ആഫ്രിക്കയിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഹിപ്പോ വെജിറ്റേറിയനാണ്. ഭക്ഷണത്തിന് വേണ്ടി ആളുകളെയോ മൃഗങ്ങളെയോ ഒന്നും അറ്റാക്ക് ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നൊരു സ്വഭാവക്കാരനല്ല. പക്ഷേ ഹിപ്പോകളുടെ ആവാസ വ്യവസ്ഥതയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു വരികയാണെന്ന് ഹിപ്പോകൾക്ക് തോന്നുകയോ ചെയ്താൽ അവർ തിരിച്ചാക്രമിക്കും. അതുകൊണ്ട് ലേക്ക് നൈവാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് പലപ്പോഴും ഹിപ്പോകളെ വളരെ ക്ലോസ് ഒബ്സർവേഷന് പറ്റാറില്ല. ലേക്ക് നൈവാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഈസിയസ്റ്റ് പോസിബിൾ നിയറസ്റ്റ് ഇൻട്രാക്ഷൻ ഹിപ്പോകളുമായി പറ്റും എന്നുള്ളതാണ്. കാരണം ഏറ്റവും മാക്സിമം ഹിപ്പോകളുടെ അടുത്ത് വരെ നമുക്ക് ബോട്ടിൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പോയി കാണാൻ കഴിയുമെന്നുള്ളതാണ് ലേക്ക് നൈവാഷയുടെ ഒരു പ്രത്യേകത. നൈറോബിയിൽ വേറെ ഒരു പ്രത്യേകതയുള്ള ഒരു ജിറാഫ് സാങ്ച്വറി ഉണ്ട്. സാധാരണ അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ജിറാഫിനെയായിട്ട് നമുക്ക് അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ജിറാഫിൻ്റെ കഴുത്തും തലയും ഒക്കെ വളരെ ഉയരത്തിലായതുകൊണ്ട് നമ്മൾ താഴെ നിൽക്കുമ്പോൾ ഒന്നും തീരെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ സാങ്ച്വറി എങ്ങനെയാണെന്ന് വെച്ചാൽ പല തട്ടുകളായി ഒരു ട്രീ ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും മുകൾ നിലയിൽ പോവുകയും ഈ ജിറാഫിനെ ഫീഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ താഴെ നിന്ന് ജിറാഫ് തല ഏറ്റവും ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഏതിൻ്റെ ഏറ്റവും മുകൾ തട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മളോട് വളരെ അടുത്ത് ചേർന്ന് വരികയും നമുക്ക് നേരിട്ട് ജിറാഫിനെ ഫീഡ് ചെയ്യാൻ പറ്റുകയും ചെയ്ത അനുഭവം വ്യത്യസ്തമായ അനുഭവമാണ്. കാരണം നമ്മൾ ഏത്
കാര്യവും നമ്മൾ നേരിട്ട് കാണുന്നതും ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്നതും ഒരു ഇൻട്രാക്ഷൻ ഫോമിലൂടെ അനുഭവിച്ചറിയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം, അത് ഈ പറഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. നൈറോബിയിലെ വേറൊരു പ്രശസ്തമായ സ്ഥലമാണ് ലേക്ക് നുക്രു എന്ന് പറയുന്നത്. അവിടെ ഈ ഫ്ലെമിംഗോസിനെ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഫ്ലെമിംഗോസ് വളരെ കൂട്ടത്തോടു കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലേക്ക് നുക്രു. ഇത്തരം കാഴ്ചകൾക്കൊക്കെ ശേഷം പിന്നീടാണ് വളരെ പ്രശസ്തമായ മസായി മാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ വൈൽഡ് ലൈഫ് ജേണി ആരംഭിക്കുന്നത്. മസായി എന്ന് പറയുന്നത് കെനിയയിലെ ഒരു വലിയ ഗോത്രവർഗമാണ്. ഈ പരമ്പരാഗത ഗോത്രവർഗമാണ്. അവർ കാടിനോട്, ഫോറസ്റ്റിനോട് ഏറ്റവും ചേർന്ന് താമസിക്കുന്നവരാണ്. ഫോറസ്റ്റ് വൈൽഡ് അനിമൽസുമായി ഏറ്റവും ക്ലോസ് ഇൻട്രാക്ഷൻസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊരു 4 വീൽ ഡ്രൈവിലൂടെ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം റോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഈ മസായി കമ്മ്യൂണിറ്റിയോട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. റോഡുകളുടെ സ്ഥിതി പിന്നെയും വളരെ മോശമാണ്. അപ്പുറം ഈ മസായി കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഹട്ട്സും വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ്. ദാരിദ്ര്യം വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് മസായി. അപ്പോൾ ഈ മസായി മാറയിൽ നമ്മുടെ വൈൽഡ് ലൈഫ് ജേണി ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. നമ്മൾ ഈ 4 വീൽ ഡ്രൈവിൽ നമ്മൾ ആ കാട്ടിനകത്ത് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ആ മൃഗങ്ങളെയെല്ലാം തന്നെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പോയി നമ്മൾ മീറ്റ് ചെയ്യുന്നു. പ്രധാനമായിട്ട് ബിഗ് 5 സ്പോട്ടിംഗ് ആണ്. ബിഗ് 5 എന്ന് പറയുന്നത് എലിഫൻറ്റ്, ലയൺ, ലെപ്പേർഡ്, റീനോസ്, ബഫലോസ്. ഒരു ഏറ്റവും എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. അതേസമയം ഒരുപാട് ഇല്ലീഗൽ ഹണ്ടിങ്ങിനും ഇല്ലീഗൽ പോച്ചിങ്ങിനും ഒക്കെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന 5 അനിമൽസിനെയാണ് നമ്മൾ ബിഗ് 5 കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഈ മസായി മാറയിലെ ഈ ട്രിപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്തരം മൃഗങ്ങളെ, സ്പെഷ്യലി ലയൺസ്, ലെപ്പേർഡ്സിനെയൊക്കെ തന്നെ വളരെ ക്ലോസായി കാണാൻ പറ്റുന്നു. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പോയി കാണാൻ കഴിയുന്നതാണ്. കൂട്ടത്തോടെ നമ്മുടെ ട്രക്കിൽ പോകുമ്പോൾ വളരെ കൂട്ടത്തോടെ ഗ്രോണപ്സ് ആയിട്ടുള്ള ലയൺസ് നമ്മുടെ വാഹനത്തിന് ചുറ്റും നടന്നു പോകുന്നത് വളരെ എക്സൈറ്റിങ്ങും കുറച്ച് ഭീതി ഉളവാക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ്. കാരണം ഈ പറയുന്ന മൃഗങ്ങളെല്ലാം തന്നെ എക്സ്ട്രീംലി വൈൽഡാണ്. ഓൺലി തിങ് അവർ ഇത്തരം സഞ്ചാരങ്ങളും വാഹനങ്ങളും കണ്ട് യൂസ്ഡ് ആയതുകൊണ്ട് അവർക്കൊരു അറ്റാക്കിംഗ് നേച്ചർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതൊരവസരത്തിൽ നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂസ് വരാം. അതുകൊണ്ട് ഈ യാത്രികർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടേതായ പല പ്രിക്കോഷൻസും എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സേഫ്റ്റി ഇൻഡക്ഷൻ ഇതിൻ്റെ മുന്നേ ഈ യാത്രകൾ പുറപ്പെടുന്നതിന് മുമ്പേ നമുക്ക് തന്നിരുന്നു. കെനിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ടാൻസാനിയ. അപ്പോൾ ഈ മസായി മാറയിലെ ഏറ്റവും വലിയ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. അതായത് സർവൈവൽ, ഈ മൃഗങ്ങളെല്ലാം സർവൈവലിന് വേണ്ടിയിട്ട് മസായി റിവർ ക്രോസ് ചെയ്തുകൊണ്ട് സെറംഗറ്റി എന്ന ടാൻസാനിയൻ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ മസായി റിവറിൻ്റെ കരയിൽ നമ്മൾ എത്തുമ്പോൾ ഒരു സൈഡ് മുഴുവൻ ക്യാമറയും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ നാഷണൽ ജോഗ്രഫിക് ചാനലും അനിമൽ പ്ലാനറ്റ് ചാനലിലെയും ഒക്കെ ക്യാമറാമാൻമാർ വളരെ റെഡിയായി നിരന്ന് നിൽക്കുന്ന കാഴ്ച. ഇപ്പുറം സൈഡിൽ ഒരുപാട് സഞ്ചാരികൾ, ഇതുപോലെ വന്ന ടൂറിസ്റ്റുകൾ ഈ മൈഗ്രേഷൻ കാണാനായിട്ട് നിൽക്കുന്ന കാഴ്ച. ഈ റിവറിൻ്റെ കരയിൽ ഏതോ ഒരു ഇൻസ്ട്രക്ഷൻ കാത്തു നിൽക്കുന്ന പോലെ ഒരുപാട് വൈൽഡ് ബീസ്റ്റും ബൊഫലോസും സീബ്രാസും ഇത് ക്രോസ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ഈ വെള്ളത്തിൽ ഒരുപാട് ക്രോക്കഡൈൽസ് ഈ ക്രോസ് ചെയ്യാൻ വരുന്ന മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഓരോ പർപ്പസ് ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, എന്നാൽ അവർ ക്രോസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നൊരു സീബ്ര ചാടി വെള്ളത്തിലിറങ്ങി ക്രോസ് ചെയ്യുന്നു. ആ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരാൾ പോവാൻ വെയിറ്റ് ചെയ്ത പോലെ വളരെ കൂട്ടത്തിൽ എല്ലാ മൃഗങ്ങളും കൂടി പിന്നെ
റിവർ ക്രോസ് ചെയ്യുകയാണ്. ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്രോക്കഡൈൽസ് അതിൻ്റെ അടുത്തേക്ക് വളരെ ശക്തിയിൽ പാഞ്ഞെടുക്കുന്നു. ചില മൃഗങ്ങളെ ക്രോക്കഡൈലിന് മിസ് ചെയ്യുന്നു. എന്നാൽ 1-2 പേരെ ആ സമയം കൊണ്ട് ഈ ക്രോക്കഡൈലിന് പിടിക്കാനൊക്കെ പറ്റുന്നു. ഇതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ പ്രൊഫഷണൽ ക്യാമറാമാൻമാർ, അപ്പുറം നിൽക്കുന്ന ചാനലിൻ്റെ ആളുകൾ വളരെ കൃത്യമായിട്ടത് പകർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ അഡ്വഞ്ചറസ് കാഴ്ചകളിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു വലിയ പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ഡ്രൈവർ ഒരു സാമി എന്ന് പറഞ്ഞ ഒരു കെനിയക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ബില്യണയറായിട്ടുള്ള മുകേഷ് അംബാനി എല്ലാ വർഷങ്ങളിലും ഈ ഒരു ഗ്രേറ്റ് മൈഗ്രേഷൻ സ്പോട്ട് ചെയ്യാനായിട്ട് അവിടെ എത്താറുണ്ട്. അതുപോലെ പല ഫേമസ് വ്യക്തികളും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിഞ്ഞ് അവിടെ എത്താറുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ വിറ്റ്നസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മസായികൾ താമസിക്കുന്ന ഒരു വില്ലേജിലേക്ക് പോവുകയുണ്ടായി. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ അവിടുത്തെ അത്തരം ഗോത്രവർഗങ്ങളെ അവരുടെ ആ താമസ സ്ഥലത്ത് ചെന്ന് അവരുടെ ജീവിത രീതികളും മറ്റും എല്ലാം കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ മസായിൽ ഈ ടൂറിസം വലിയ രീതിയിൽ ഫ്ലറിഷ് ചെയ്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ വളരെ കമേഴ്ഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ ഗോത്രവർഗമല്ല. അത് പിന്നീടാണ് മനസ്സിലായത്. അവരത് ഒരു റീകൺസ്ട്രക്ട് ചെയ്ത ഒരു ഗോത്രവർഗമായിരുന്നു. കാരണം ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളെ സാമ്പത്തിക ലാഭം കണക്കിലെടുത്ത് മുൻനിർത്തി അവർ ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ അത്തരം കമേഴ്ഷ്യലൈസ്ഡ് ബിൽട്ടപ്സ് ഒരുപാടുണ്ട് കെനിയയിൽ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന സമയത്ത് അവിടെ പരമ്പരാഗതമായ മസായി വസ്ത്രം ധരിച്ച പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൗതുകത്തിന് എൻ്റെ ഭാര്യ അവരുടെയൊക്കെ ഫോട്ടോയ്ക്ക് പോസും ചെയ്തു, സ്ത്രീകളൊക്കെ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷമാണ് അവർ ഈ ഫോട്ടോ എടുത്തതിനുള്ള കാശ് ചോദിച്ചുകൊണ്ട് നമ്മുടെ പുറകെ വന്നത്. വലിയ വലിയ എമൗണ്ടുകളാണ്, ഡോളറിലാണ് അവിടെ നമ്മൾ മസായി മറയിൽ പോയി കഴിഞ്ഞാൽ അവർ ടൂറിസ്റ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വിലപേശലുകളും ഡോളറിലാണ്. അവരുടെ ലോക്കൽ കറൻസിയിൽ അവർ സംസാരിക്കുകയില്ല, അവർക്കത് വാങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ ഇത്തരമൊരു പ്രശ്നം നമ്മൾ നേരിടേണ്ടി വന്നു. കാരണം അവരെല്ലാവരും ഒരു വളരെ ഗ്രൂപ്പായി കൂട്ടത്തോടു കൂടി നമ്മുടെ അടുത്ത് വരികയും ഈ ഫോട്ടോ എടുത്തതിനൊക്കെ ഒരു ഫോട്ടോയ്ക്ക് ഇത്ര ഡോളർ വെച്ച് തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്നാൽ അവരിലൊരു വലിയ തീവ്രമായ ഒരു അപകട സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവരത്ര വയലൻ്റ് ഒന്നും ആയിരുന്നില്ല. അവരിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ നെഗോസിയേഷൻ ഒരു ഓപ്ഷൻ എപ്പോഴും ഓപ്പൺ ആണല്ലോ. അവരുടെ അടുത്ത് വീണ്ടും അത് നെഗോഷിയേറ്റ് ചെയ്യുകയും അവരുടെ വില്ലേജിൽ ഞങ്ങൾ പോവാം, അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കി വെച്ച കരകൗശല സംഭവങ്ങളോ വസ്തുക്കളോ ഒക്കെ മേടിക്കാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ മുകളിൽ അവർ ഈ ഫോട്ടോയ്ക്ക് ബാർഗെയിൻ ചെയ്യുന്ന പരിപാടി നിർത്തി. പകരം ഞങ്ങൾ അവരുടെ വില്ലേജുകൾ സന്ദർശിക്കുകയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് അന്ന് താമസം ഒരുക്കിയിരുന്നത് ഈ ഫോറസ്റ്റിനോട് ചേർന്നൊരു റിസോർട്ടിലാണ്. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട്. സാധാരണ ഒരു 4 സ്റ്റാർ ഹോട്ടലിൻ്റെ റൂമിനേക്കാളും ഇരട്ടിയോളം വലുപ്പമുള്ള വലിയ സൗകര്യങ്ങളോട് കൂടിയ റൂമും ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റും ഈ റിസോർട്ടും തമ്മിൽ ഒരു വേർതിരിവില്ല. ഒരു തരംതിരിക്കുന്ന ഒരു ഫെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഒരു വന്യമൃഗങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, അതിനാരും റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഒരു ഫെൻസ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് ആദ്യകാലങ്ങളിൽ ഈ റിസോർട്ടൊക്കെ തുടങ്ങിയ സമയങ്ങളിൽ പലപ്പോഴും രാത്രികളിൽ
വൈൽഡ് അനിമൽസ്, ലയണിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പിന്നെ അവിടെ കംപ്ലീറ്റ് ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ട് വെളിച്ചം കണ്ടാൽ യൂഷ്വലി ഇവരൊന്നും അങ്ങോട്ട് വരില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതുപോലൊരു സേഫ്റ്റി ഇൻഡക്ഷൻ തന്നിരുന്നു. റിസോർട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും, കാരണം റെസ്റ്റോറൻറ്റ് കുറച്ച് മാറിയാണ്, അല്ലെങ്കിൽ അവിടെ അപ്പുറത്ത് വേറെ ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസിന് ആളെ വിളിക്കാം. റിസപ്ഷനിൽ നിന്ന് ആളുകൾ അവർ പറഞ്ഞു വിടും നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഈ അസിസ്റ്റൻസിനായി വരുന്ന ആളുകളും വളരെ കൗതുകമുള്ളവരാണ്. കാരണം അവരൊക്കെ മസായി വില്ലേജിലെ ചെറുപ്പക്കാരായ ആളുകളാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരാളെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഇവരെല്ലാം വളരെ പൊക്കം കൂടിയ ആളുകളാണ്. വളരെ ഹൈറ്റുള്ള അയാളുടെ ഏകദേശം അത്രയും ഉയരമുള്ള ഒരു വലിയ വടിയും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. നമ്മളെ ഇതുപോലെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോയി. അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹത്തിന് മുൻനിരയിലെ ഒരു പല്ലില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചൊരു കാര്യം. പിന്നീട് പലപ്പോഴും ഇതുപോലെ എസ്കോർട്ടിന് ആളെ വിളിച്ചപ്പോഴും ഈ വന്ന മസായിലെ ചെറുപ്പക്കാർക്ക് എല്ലാം തന്നെ മുൻനിരയിലെ ഒരു പല്ലില്ല. അപ്പോൾ അതൊരു അസ്വാഭാവികമായിട്ട് തോന്നി. കാര്യം ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാണെന്ന് തോന്നാം, കൊണ്ട് അങ്ങനെ വരാം. പക്ഷേ എല്ലാ ചെറുപ്പക്കാരും ഈ വടിയും പിടിച്ചുകൊണ്ട് എസ്കോർട്ടിന് വരുന്ന മസായിലെ ചെറുപ്പക്കാരായ ആളുകൾക്ക് എല്ലാം തന്നെ മുൻനിരയിലെ ഒരു പല്ലില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വളരെ കൗതുകം തോന്നി അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വളരെ വിചിത്രമാണ്. അപ്പോൾ അവർ പറയുന്നത്, ഒരു മെയിൽ ആണ് പ്രായപൂർത്തിയായാൽ അദ്ദേഹത്തിൻ്റെ ധീരത പ്രകടിപ്പിക്കുന്നത് ഈ ഒരു പല്ല് പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടാണ്. ഇത് ഇവർ ബലം ഉപയോഗിച്ച് പൊട്ടിച്ചു കളയുകയാണ് ഈ പല്ല്. അപ്പോഴാണ് ആ വ്യക്തിയെ ഒരു ധീരനായി ആ സമൂഹം അംഗീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു ഗേൾ ഫ്രണ്ടിനെയോ കാമുകിയെയോ ഒരു ഭാര്യയോ ഒക്കെ കിട്ടണമെങ്കിൽ ഈ ധീരതാ പ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദ്ദേഹത്തിന് പല്ല് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെൺകുട്ടികൾ ആരും നോക്കില്ല എന്നാണ് അവരുടെ ഒരു രീതി. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ ഇത്തരം കെനിയയിലെ ആളുകൾക്ക് ഇത്തരം വളരെ വിചിത്രമായ കുറേ രീതികളുണ്ട്. പണ്ട് അപ്പോൾ അവിടുന്ന് കേട്ട വേറൊരു കാര്യം, ആദ്യകാലങ്ങളിൽ ഈ ധീരത പ്രകടിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒറ്റയ്ക്ക് കാട്ടിൽ പോവുകയും ഒരു സിംഹവുമായി മൽപ്പിടുത്തം നടത്തി സിംഹത്തിൻ്റെ തല വെട്ടി തിരിച്ച് തലയുമായി ഗ്രാമത്തിലേക്ക് വരണം. അപ്പോഴാണ് ഇദ്ദേഹത്തെ ഒരു ധീരനായി കണക്കാക്കുമായിരുന്നുള്ളൂ. പിന്നീട് ഇത്തരം സിംഹങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവ് വരികയും അത് ടൂറിസം പോലുള്ള കാര്യങ്ങൾക്ക് ഇത് തടസ്സമാവുകയും ആണെന്ന് കണ്ടതിന് ശേഷം ആ ഗ്രാമമുഖ്യനും ഗോത്രങ്ങളും എല്ലാം കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ് സിംഹങ്ങളെ ഇനി മുതൽ കൊല്ലണ്ട, ധീരത പ്രകടിപ്പിക്കാൻ പല്ല് പൊട്ടിക്കൽ മാത്രം മതി എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കെനിയയിലൊക്കെ സിംഹങ്ങളെ ആക്രമിക്കുകയും ഹണ്ടിങ്ങും എല്ലാം വളരെ അങ്ങേയറ്റം ശിക്ഷ കിട്ടുന്ന, ജയിൽവാസമൊക്കെ കിട്ടുന്ന വലിയ വലിയ കൃത്യമാണ്. ഇപ്പോൾ ഇവർ നമ്മുടെ കൂടെ എസ്കോർട്ടിന് വരുന്ന നീളമുള്ള വടി എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു ടൂളാണ്. എന്ന് പറഞ്ഞാൽ ഈ വടി കൊണ്ട് അവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തുകൊണ്ട് ഓടിക്കാനല്ല. ഇവർക്ക് ചില പ്രത്യേക താളങ്ങളുണ്ട്. അത് ചില പ്രത്യേക രീതിയിൽ നിലത്ത് ശബ്ദത്തോടു കൂടി അടിക്കുകയും ചില ചലനങ്ങൾ, പ്രത്യേക രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഈ മൃഗങ്ങളെ ഓടിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അത് അങ്ങേയറ്റത്തെ സ്കില്ലും ട്രെയിനിങ്ങും വേണ്ട ഒരു കാര്യമാണ്. മസായിലെ ചെറുപ്പക്കാരെല്ലാം തന്നെ അത്തരം ട്രെയിനിങ്ങുകൾ കിട്ടിയ ആളുകളാണ്. കാരണം അത് അവർക്ക് വലിയ ഒരു തൊഴിൽ സാധ്യത ഇതുപോലത്തെ റിസോർട്ടുകളിലും ടൂറിസം മേഖലകളിലും എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കെനിയയ്ക്ക് ശേഷം പിന്നീട് ഞങ്ങൾ കെനിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് സാംബിയ. സാംബിയ വഴിയാണ് പിന്നീട് ഞങ്ങൾക്ക് പോകാനുള്ള സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടത്. സാംബിയയുടെ അവസ്ഥ അതിദയനീയമാണ്. സാംബിയ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളോ കാര്യങ്ങളോ എല്ലാം തന്നെ വളരെ മോശമാണ്. സാംബിയയിൽ നൈറോബിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി പോലും ഇല്ല. സാംബിയയിലേക്ക് പോയതിൻ്റെ പ്രധാന ഉദ്ദേശം വിക്ടോറിയ ഫാൾസ്, യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന വിക്ടോറിയ ഫാൾസ് കാണുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ്.
വിക്ടോറിയ ഫോൾസ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത, 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അതിൻ്റെ സ്ട്രെച്ചാണ്. 1 കിലോമീറ്റർ നീളത്തിൽ ഒരു വാട്ടർ കർട്ടൻ പോലെ നീണ്ടു കിടക്കുന്ന ഒരു സ്ട്രെച്ചാണ് ഈ വിക്ടോറിയ ഫോൾസ്. മാത്രമല്ല ഈ വാട്ടർഫോൾസിൻ്റെ ശബ്ദം 40 കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ 2 പ്രത്യേകതകളും ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് വന്നതും. നമ്മൾ നേരെ ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് ഈ ഫോൾസ്, വിക്ടോറിയ ഫോൾസ് ഉള്ളത്. സാംബിയയിൽ ആ ഫോൾസ് നേരെ പോവുകയും കാണുകയും വിറ്റ്നസ് ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്തു. തിരിച്ച് നമ്മൾ കെനിയൻ എയർലൈൻസിലാണ് കേപ്പ് ടൗൺ, സൗത്ത് ആഫ്രിക്കയുടെ തലസ്ഥാനമായ കേപ്പ് ടൗണിലേക്ക് നമ്മൾ പോകുന്നത്. കെനിയൻ എയർലൈൻസ് ടൂറിസത്തിന് വേണ്ടി ഒരു വളരെ പ്രത്യേകമുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ലിവിങ്സ്റ്റൺ വഴി ഈ സാംബിയയിലെ ഈ വിക്ടോറിയ ഫോൾസ് വഴി കേപ്പ് ടൗണിലേക്ക് പോകുമ്പോൾ അവരുടെ ഈ എയർ റൂട്ട്, അതായത് നെയ്റോബി ടു കേപ്പ് ടൗൺ എയർ റൂട്ടിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഈ വിക്ടോറിയ വാട്ടർഫോൾസിനെ ഒന്ന് വലം വെച്ച് അതിൻ്റെ കൃത്യമായ ഒരു ഏരിയൽ വ്യൂ ടൂറിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അത് വല്ലാത്തൊരു വ്യൂ ആണ്. കാരണം നമ്മൾ നേരിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ 1 കിലോമീറ്റർ സ്ട്രെച്ച് വാട്ടർ കട്ടൻ്റെ ഒരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളൊരു ഏരിയൽ വ്യൂ ഒരു ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് ഈ വാട്ടർഫോൾസ് നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ടൂറിസം പ്രൊമോഷന് വേണ്ടി കെനിയൻ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് എന്നെ വലിയ അത്ഭുതപ്പെടുത്തി. കാരണം കെനിയൻ എയർലൈൻസും അല്ലെങ്കിൽ കെനിയൻ ഗവൺമെൻറ്റിൽ നിന്നും ഇത്തരം എക്സ്ട്രാ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ കൗതുകകരമായിട്ട് ആണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അവരുടെ എയർലൈൻസും അവരുടെ ടൂറിസം ബോർഡും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി. പക്ഷേ അവർ ഇത്തരം വളരെ നല്ല കാര്യങ്ങളും ഒരു സഞ്ചാരിക്ക് നല്ല അനുഭവം ഉണ്ടാക്കുന്ന ഇത്തരം പല കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്.